പണ്ഡിതനായിരിക്കും ജീവിതത്തിൽ പരാജയം. ഇഷ്ടംപോലെ നമുക്ക് കാണാൻ കഴിയും. വലിയ വർത്തമാനം പറയൽ വലിയ കഴിവൊന്നുമല്ല. അതൊന്നങ്ങോട്ട് പരിശീലിച്ചെടുത്താൽ ആർക്കും പി ആർ നാഥൻ പറഞ്ഞ മാതിരിയൊക്കെ പറയാം. എന്നിട്ടോ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പരിശീലിക്കുകയും ഈ വർത്തമാനം തന്നെ ഉള്ളൂ. പ്രാവർത്തിക ലോകത്ത് എല്ലാവരും പരാജയപ്പെടുന്നു. അറിവില്ലേ? ഉണ്ട്. ബിരുദമെടുത്തില്ലേ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയില്ലേ? ആയി. ഡോക്ടറേറ്റും കിട്ടിയിരിക്കണം. എന്നിട്ടോ ഏത് വിഷയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയോ ആ വിഷയത്തിൽ തന്നെ പരാജയം. ഓരോരോ വിഷയത്തെക്കുറിച്ച് ആഹ്വാനം കൊടുക്കണം. ഏത് വിഷയത്തെക്കുറിച്ച് ആഹ്വാനം കൊടുക്കണോ ആ വിഷയത്തിൽ തന്നെ പരാജയപ്പെടുന്നു. വിദേശ ചിന്തകർ പറഞ്ഞു തിയറി പ്രാക്ടിക്കൽ രണ്ടുണ്ട്. തിയറി വേറെ, പ്രാക്ടിക്കൽ വേറെ. അടച്ചിട്ട AC മുറി ഇരുന്നിട്ട് കപ്പലിനെ കുറിച്ച് തിയറി പഠിക്കുന്നു. പക്ഷെ കപ്പൽ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കപ്പലിന്റെ അകത്ത് കയറിയിട്ടുണ്ടാവില്ല. പരാജയവും. ധാരാളം ഗ്രന്ഥങ്ങൾ മനുഷ്യശരീരത്തെ കുറിച്ച് എഴുതിയത് വായിച്ചു. തിയറി അറിയാം, പക്ഷെ പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടാവില്ല. നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണത്. നല്ല അറിവാ. പണ്ടൊരു ഡോക്ടറായിട്ട് പറഞ്ഞ ഒരു തമാശയുണ്ട്. അയ്യോ ചോര കണ്ട തല കറങ്ങുന്നു. ചോര കണ്ട തല കറങ്ങുന്ന ഒരു ഡോക്ടറായി അങ്ങനെ ഇരിക്കും. അപ്പോ ചിന്തകന്മാര് പറഞ്ഞു തിയറിയും ഉണ്ട്, പ്രാക്ടിക്കൽ വശവും വേണം. നമ്മുടെ കൃഷിമാര് പറഞ്ഞു തിയറിയും പ്രാക്ടിക്കൽ ആയതുകൊണ്ടും കാര്യമില്ല. ഒരു ജ്ഞാനത്തിന്, അറിവിന് പൂർണ്ണത കിട്ടണമെങ്കിൽ തിയറിയും പ്രാക്ടിക്കലും ഒന്നും പോരാ. പല മുഖങ്ങൾ ഉണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയാം, ഒരസ്വസ്ഥത. എന്താണ് അസ്വസ്ഥതയുടെ കാര്യം? ചിന്തിച്ചു. അസ്വസ്ഥത കാരണം വെള്ളദാഹമാണ്. ഇതിന്റെ പേരാണ് ബോധം. ബോധം എന്നൊരു ആദ്യം ഉണ്ടാവണം. ഇതിന് ശരിയാവില്ല. വെള്ളം ദാഹം ഉണ്ടായിട്ട് ഇനി ബാക്കി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഈ ബോധം പലപ്പോഴും ഇല്ല. പകർച്ചവ്യാധികളിൽ മാത്രം കടലാസിൽ എഴുതി പഠിച്ച ഒരു ബോധമില്ല. അയാൾക്ക് പകർച്ചവ്യാധി ഇല്ല, പകർച്ചവ്യാധിക്കാരനെ കണ്ടിട്ടുമില്ല. ഏറ്റവും ആദ്യം ജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് ബോധം എന്നത്. ആ ബോധം ഉണ്ടായതിന് ശേഷം എന്ത് വേണം? വെള്ളം എവിടെ കിട്ടും അന്വേഷിക്കണം. വെള്ളം കിട്ടണമെങ്കിൽ കിണറ്റിൽ വെള്ളമുണ്ട്. പഠിച്ചവരെ സംബന്ധിച്ചോളം വെള്ളമില്ലാത്ത ഒരു സ്ഥലവും എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. എല്ലാ സ്ഥലത്തും വെള്ളമുണ്ടെങ്കിലും നമുക്കറിയാം ഇരുമ്പിലും കല്ലിലും തൂണിലും ഒക്കെ വെള്ളമുണ്ടെങ്കിലും H2O ഇതാണ് വെള്ളം. 2 ഹൈഡ്രജനും
ഒരു ഓക്സിജനും കൂടി ചേർന്നാണ് വെള്ളം. ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. H2O എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വെള്ളമാവുമോ? വെള്ളമാവില്ല. തൽക്കാലം ഇപ്പൊ വെള്ളം കിട്ടണമെങ്കിൽ കിണറ്റിൽ നിന്നാണ് വെള്ളം കിട്ടുക എന്നുള്ള അറിവ് ഉണ്ടാകണം. ആ കിണറ്റിൽ നിന്നുള്ളതാണ് വെള്ളം കിട്ടുക എന്നുള്ള അറിവുണ്ടാകുമ്പോൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കണം. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുമ്പോൾ അതിന്റെ പേരാണ് ക്രിയ. അപ്പൊ ബോധത്തിന് ശേഷം നെക്സ്റ്റ് ക്രിയ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ്. കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ കഴിയണം, ബക്കറ്റ് എടുക്കണം, വെള്ളം കോരണം. ഇത് ആദ്യം പറഞ്ഞതിൽ നിന്ന് തിയറിയും പ്രാക്ടിക്കലും ഒന്നല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഘടകമാണ് ബോധം, ക്രിയ എന്നത്. നമ്മുടെ ഒരു വിജ്ഞാനത്തിന് ഇത് മുഴുവൻ കൂടി ചേർത്ത് കിട്ടുന്നില്ല. മൂന്നാമത്തെ, ബക്കറ്റിൽ വെള്ളം കോരി അവിടെ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ദാഹമുണ്ടാകും നേരത്തെ പറഞ്ഞല്ലോ. ദാഹമുണ്ടാകും നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ആ വെള്ളം കുടിക്കണം. അപ്പോഴാ ദാഹം മാറുക. അതിന്റെ പേരാണ് അനുഭവം. ബോധം, ക്രിയ, അനുഭവം. ഇപ്പൊ വെള്ളം കുടിച്ച അനുഭവം കിട്ടി. ആദ്യം വെള്ളം ദാഹം എന്ന ബോധം വന്നു, പിന്നെ ക്രിയ വന്നു, ക്രിയക്ക് ശേഷം അനുഭവം വന്നു. ഇപ്പൊ ജ്ഞാനത്തിന് പരിപൂർണത എത്തി എന്നാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക. ബോധവും ക്രിയയും അനുഭവമൊക്കെ വന്നല്ലോ, പോരാ. ഇനി പ്രധാനപ്പെട്ട ഒരു ഘടകം ഇപ്പൊ വിട്ടുപോയി. അതിന്റെ പേരാണ് നൈരന്തര്യം. നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കാൻ കഴിയണം. നൈരന്തര്യം എന്നാണ് ആ വാക്ക്. നിരന്തരമായിട്ട് ആവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ഇതുകൊണ്ട് ഒന്നും കാര്യമില്ല. ബോധം, ക്രിയ, അനുഭവം, നൈരന്തര്യം, വീണ്ടും ഇത് ആവർത്തിക്കാൻ കഴിയണം. ഒരു പ്രശ്നം വന്നാൽ അത്ര ഒന്നും ടെൻഷൻ എടുക്കാതെ വെള്ളം മൺകുളത്തിൽ കൊണ്ടു വെച്ചിട്ട് മൺകുളത്തിൽ നിന്ന് വെള്ളം കുടിക്കണ മാതിരി നൈരന്തര്യം നിരന്തരമായിട്ട് ആവർത്തിക്കാൻ കഴിയുമ്പോഴാണ് ജ്ഞാനത്തിന് പരിപൂർണത കിട്ടുകയുള്ളൂ. അതില്ലാത്ത ജ്ഞാനം ജീവിതത്തിൽ ദോഷം ചെയ്യും. ആ ജ്ഞാനത്തിന്റെ എല്ലാ മുഖങ്ങളും അവിടെ കൃത്യമായിട്ട് വരുന്നില്ല. ജ്ഞാനത്തിന്റെ ഒരംശം മാത്രം കിട്ടിയാൽ ജ്ഞാനാവില്ല. രാമായണം വായിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല. 55 കൊല്ലം നിരന്തരം ശബരിമലയ്ക്ക് പോയ ഒരാള്, കോഴിക്കോട്ടുള്ള ഒരാളെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. സാത്വികനാണ്, 55 കൊല്ലം ശബരിമല പോയി, എന്നിട്ടോ തൂങ്ങി മരിച്ചു. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ തൂങ്ങി മരിച്ചു എന്ന് മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കണം, അദ്ദേഹത്തിന് ബോധം, ക്രിയ, അനുഭവം, നൈരന്തര്യം എന്നീ 4 ഘടകങ്ങളിൽ എവിടെയോ പരാജയപ്പെട്ടു. അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. കാര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ സഹായിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ആരുടെ കൂടെ പോകുന്നു? ബോധവൽക്കരണത്തിന് പറ്റിയ സത്സംഗം ഉണ്ടാവണം. ആ സത്സംഗത്തോട് കൂടിയിട്ടുള്ള യാത്രകളായിരിക്കണം. അല്ലാത്തൊരു സ്ഥലത്ത് പോയാൽ മനുഷ്യനുണ്ടാക്കിയ കുറെ കെട്ടിടങ്ങളല്ലാതെ ഒന്നും കാണാനില്ല. മനുഷ്യനുണ്ടാക്കിയ കുറെ കെട്ടിടങ്ങൾ അവിടെയുണ്ട്. ദേവാലയം എന്ന് പറയും, വിഗ്രഹവും ഉണ്ടാവും.
ആ സത്സംഗം അതെന്താണ്, ആ കാര്യം നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് കിട്ടണം. ക്ലാസ് കിട്ടുമ്പോൾ ഈ ജ്ഞാനം സമ്പൂർണമായിട്ട് മാറും. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.